അടുത്ത ഒരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ വൈജയ്ക്ക് ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ എത്തുകയാണ്. ഈ സമയത്താണെങ്കിൽ ആരോ വിളിച്ച് ബാലേന്ദ്രനോട് പറഞ്ഞ് വൈജ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലാണെന്ന് തന്നെ. അപ്പോഴൊക്കെ തന്നെ കൊല്ലപ്പള്ളിയിലും കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്നുണ്ട്. ശിവേട്ടനും രാജീവും ഓടി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. മുത്തശ്ശിയെടുത്തും വന്ന് കാര്യം പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അറിയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ അതൊരു വലിയ ഷോക്കായി മാറുന്നുണ്ട്. കാരണം അവിടുന്ന് പോയ കാര്യം ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ താഴെ വന്നിട്ട് നമ്മുടെ അലീനയടുത്ത് കൃഷ്ണമോളെ വിളിച്ച് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോഴത്തേക്ക് കൃഷ്ണമോള് അലീനയും ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെ തന്നെയാണ്. എന്ത് പറ്റിയ അച്ഛാ, അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ പറയണ അറിയത്തില്ല മോളെ, ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറയാണ്. അച്ഛൻ പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാൻ പോവുക, ഞാനും കൂടെ വരട്ടെ എന്ന് അലീനയും കൃഷ്ണമോളും ചോദിക്കുന്നുണ്ട്. വേണ്ട വേണ്ട, ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് പറയാണ്. ഈ സമയത്താണെങ്കിൽ ശിവേട്ടനും രാജീവും കൂടെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. ഐസിയുവിലാണ് വൈജ. ഡോക്ടറിനെ കണ്ട് സംസാരിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, വൈജയുടെ നില വളരെ വഷളായിരിക്കുകയാണ്, കൊണ്ടുവരുമ്പോഴേ ഇച്ചിരി സീരിയസ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ കൊല്ലപ്പള്ളിയിലാണെങ്കിൽ മുത്തശ്ശിയാണെങ്കിൽ ആകപ്പാടെ സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. മനുവും ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. വന്നിട്ട് അച്ഛനോട് ചോദിക്കണം, എങ്ങനെയുണ്ട് ആൻറ്റിക്ക്, എന്ത് പറഞ്ഞ അച്ഛാ? അപ്പം ശിവേട്ടൻ പറയാണ്, ഇച്ചിരി സീരിയസ് ആണെന്നാണ് പറഞ്ഞത്, കൊണ്ടുവന്നപ്പോഴേ നില വളരെ മോശമാണെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയുകയാണ്. അപ്പോൾ മനു ചോദിക്കുകയാണ്, ആൻറ്റിയാണെങ്കിൽ രാത്രി വണ്ടിയെടുത്ത് എവിടേക്ക് പോയതാ എന്ന് ചോദിക്കുകയാണ്. അപ്പം രാജു പറയാണ്, അത് ആ ബാലചന്ദ്രനുമായിട്ട് വഴക്കിട്ടെങ്ങാനും കൊല്ലപ്പള്ളിയിലോട്ടെങ്ങാനും വരാൻ ഒരുങ്ങിക്കാണും അവൾ, അതായിരിക്കും. ആ ഒരു ടെൻഷനിൽ ശ്രദ്ധിച്ച് വണ്ടി ഒട്ടിച്ചും കാണത്തില്ല, അതായിരിക്കും എന്ന് രാജീവ് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മനു ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. വേട്ടൻ പറയുകയാണ്, ഈ നിലയ്ക്ക് കാരണം ആ ബാലചന്ദ്രനാണ്, ഇതിനെല്ലാം കാരണം ആ ബാലചന്ദ്രന്, ആ പെണ്ണ് അലീനയാണ് ഇതിനെല്ലാം കാരണമെന്ന് ശിവേട്ടൻ പറയുകയാണ്. മനു ചോദിക്കണം, അലീന ഇനി എന്ത് തെറ്റ് ചെയ്ത് അച്ഛാ എന്ന് ചോദിക്കണം. അപ്പോൾ രാജു പറയണം, നീ മിണ്ടല്, ഈ ഒരു സാഹചര്യത്തിൽ നീ അവളെ ന്യായീകരിച്ച് സംസാരിക്കല്ലേ മനു, അതാ നിനക്ക് നല്ലത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലായതുകൊണ്ട് മനു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഈ സമയത്ത് കടപ്പോട്ടവരാണെങ്കിൽ ബാലചന്ദ്രനാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി വരികയാണ്. അപ്പോൾ അലീന പറയണം, അച്ഛാ ഞങ്ങളും കൂടെ വരട്ടെ. വേണ്ട മക്കളെ വേണ്ട, അവിടുത്തെ സാഹചര്യം എന്തുവെന്ന് അറിയത്തില്ല, മാത്രമല്ല കൊല്ലപ്പള്ളിക്കാരെല്ലാം വന്നിട്ടുണ്ടായിരിക്കും, ചിലപ്പം അവർ നമ്മളോട് എങ്ങനെ പെരുമാറും, എന്നെ കാണുമ്പോൾ എങ്ങനെ പെരുമാറുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ വരണ്ട, ഞാൻ എന്തായാലും അവിടെ ചെന്നിട്ട് നിങ്ങളെ വിളിക്കാം, അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഐസിയുവിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും ഉണ്ട്. ബാലചന്ദ്രനെ കാണുമ്പോഴത്തേക്ക് രാജീവിനും ശിവേട്ടനും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പം മനുവും നിൽപ്പുണ്ട്. ബാലചന്ദ്രൻ വന്നിട്ട് മനുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് വൈജയ്ക്ക്? അപ്പോഴത്തേക്ക് രാജീവ് ചോദിക്കണം, നീ എന്തിനാടാ അത് തിരക്കാൻ വരുന്നത്, നീ കാരണമാണ് എൻ്റെ പെങ്ങൾക്ക് ഈ ഒരവസ്ഥ വന്നത്, നീ നിൻ്റെ അവിഹിത സന്തതിയായിട്ട് അവിടെ കഴിഞ്ഞുകൂടി ഇത്രയും കാലം എൻ്റെ പെങ്ങളെ ചതിച്ചേയില്ലേ, പിന്നെ ഇപ്പം അവളെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് നിനക്ക് നാണമില്ലേ വന്ന് ഇതൊക്കെ ചോദിക്കാൻ എന്നും പറഞ്ഞ് രാജീവ് ബാലേന്ദ്രൻ നേരെ അങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ ശിവേട്ടൻ വന്ന് പിടിക്കുകയാണ്. ഡാ, ഇപ്പോൾ ഇവിടെ വെച്ച് ഒരു സംസാരവും വേണ്ട, അത് ഹോസ്പിറ്റലാണ്. അപ്പോൾ മനുവും പറയാണ്, കൊച്ചിശ ഇവിടെ വെച്ച് ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയുകയാണ്. ഇവൻ ഇവിടുന്ന് പോകാൻ പറ എന്ന് രാജീവ് പറയുകയാണ്. അതാ ഇവനെ നല്ലതെന്നും പറഞ്ഞ് രാജീവ് അങ്ങോട്ടങ്ങ് പോവുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ മനുവിൻ്റെ അടുത്ത് ചോദിക്കണം, എന്താ പറഞ്ഞ് ഡോക്ടർ, എന്താ പറഞ്ഞ്? അപ്പം അങ്കിളെ, ആൻറ്റിക്ക് ഇച്ചിരി സീരിയസ് ആണെന്നാണ് പറഞ്ഞത്, ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്നാണ് പറയുന്നത് എന്ന് മനു പറയുകയാണ്. അത് ആൻറ്റിയാണെങ്കിൽ രാത്രി വണ്ടി എടുത്തുകൊണ്ട് പോരുന്നത് നിങ്ങളാരും കണ്ടില്ലേ എന്ന് മനു ചോദിക്കുകയാണ്. ഇല്ല മനു, ഞങ്ങളാരും അറിഞ്ഞില്ല, എന്നോട് വന്ന് അവൾ സംസാരിച്ചായിരുന്നു, അലീനെ അവിടുന്ന് പറഞ്ഞു വിടണമെന്ന് എന്നോട് വന്ന് പറഞ്ഞ്, അന്നേരം ഞാൻ പറഞ്ഞ് അവളെ അലീനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല, ഇനി എൻ്റെ മോളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ തന്നെ ജീവിച്ചോ, ഞാൻ ഇവിടുന്ന് പോവുകയെന്ന് അവൾ എന്നോട് പറഞ്ഞായിരുന്നു, പക്ഷേ രാത്രി തന്നെ അവൾ അവിടുന്ന് ഇറങ്ങി പോകുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല മനു എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ഡോക്ടർ ഇങ്ങോട്ട് വരികയാണ്. ഡോക്ടർ വന്നപ്പം തന്നെ ശിവേട്ടനും രാജീവും ഓടിച്ചെന്ന് ചോദിക്കണം, എന്താ ഡോക്ടർ, എങ്ങനെയുണ്ട് വൈജയ്ക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ബ്ലഡ് ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ട്, ബ്ലഡിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുകയാണ്. ആ വൈജയുടെ റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അതില്ല, സ്റ്റോക്കില്ല എന്ന് പറയാണ്. നിങ്ങൾ തന്നെ അത് ഒപ്പിച്ചുകൊണ്ട് വരണം എന്ന് പറയാണ്. അതും എത്രയും പെട്ടെന്ന് തന്നെ അത് കൊണ്ടുവരണം എന്ന് പറയാണ്.
അന്നേരം രാജീവും ശിവേട്ടനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ. ഈ സമയത്താണെങ്കിൽ കടപ്പാട്ടൂരാണെങ്കിൽ അച്ഛൻ പോയേക്കോ ആണല്ലോ. പക്ഷേ അമ്മയുടെ വിവരമൊന്നും അറിയാതെ കൃഷ്ണമോളും അലീനയും കൂടെ ടെൻഷൻ അടിച്ചു ഇരിക്കുകയാണ്. കൃഷ്ണമോളാണെങ്കിൽ ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ഫോൺ എടുക്കുന്നില്ല. അതിൻ്റെ ഒരു ടെൻഷനിൽ തന്നെ ഇരിക്കുകയാണ് അവർ രണ്ടുപേരും. അമ്മയുടെ വിശേഷങ്ങളും ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും അറിയാത്തതിൻ്റെ ഒരു ടെൻഷൻ അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഹോസ്പിറ്റലാണെങ്കിൽ അനു വന്ന് അച്ഛനോട് ചോദിക്കാൻ, അച്ഛാ ആൻറ്റിയുടെ റെയർ ഗ്രൂപ്പാണല്ലോ, നമ്മളിപ്പോൾ ബ്ലഡ് എങ്ങനെ ഒപ്പിക്കും എന്ന് ചോദിക്കുകയാണ്. അതെന്തായാലും ഒപ്പിച്ചേ പറ്റത്തുള്ളൂ മനു, ഇവിടെ സ്റ്റോക്കില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ തന്നെ ഒപ്പിക്കണം, നമുക്കറിയാവുന്നിടത്തെല്ലാം അന്വേഷിക്കാം എന്ന് പറയാണ്. എത്രയും പെട്ടെന്ന് തന്നെ വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞേക്കുന്നതെന്ന് മനു ചോദിക്കുകയാണ്. നമുക്ക് കൂടുതൽ സമയം നമ്മുടെ മുന്നിലില്ല എന്നും മനു പറയുന്നുണ്ട്. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞ് രാജീവ് ഫോൺ എടുത്ത് ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. അതേപോലെ മനുവും ആരൊക്കെയോ വിളിക്കുന്നു. ശിവേട്ടനും അതിൻ്റെ ബ്ലഡ് ആരെങ്കിലുമൊക്കെ കിട്ടുമോ എന്നൊക്കെ അവരും എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അപ്പം കുറേ അന്വേഷണം കഴിഞ്ഞിട്ട് വന്ന് ശിവേട്ടനോട് പറയണം, അച്ഛാ റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ എങ്ങും കിട്ടാനില്ല, അതുപോലെ തന്നെ നമുക്ക് അത്ര പെട്ടെന്ന് കിട്ടത്തും ഇല്ല എന്ന് പറയാണ്. അപ്പോഴാണ് ബാലേന്ദ്രൻ അവിടെ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ബാലേന്ദ്രൻ മനുവിനെ വിളിക്കുന്നുണ്ട്. മനു ഇങ്ങനെ വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. മനു എന്താ അങ്കിളെ എന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട്. അപ്പം മനു ആണെങ്കിൽ മനുവിനെയും മാറ്റി നിർത്തി ബാലേന്ദ്രൻ പറയാണ്, മനു നമുക്ക് അലീനയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തുവാണെന്ന് ചോദിക്കാം. എന്തായാലും എൻ്റെ മക്കളുടെ ഗ്രൂപ്പൊന്നും അവളുടെ ഗ്രൂപ്പുമായിട്ട് ചേരുന്നതല്ല. അപ്പം അലീനയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തുവാണെന്ന് അറിയത്തില്ല, നീ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. അപ്പോൾ അവളുടെ ബ്ലഡ് ഗ്രൂപ്പായിട്ട് ചേർന്നാലോ, അലീന അവളുടെ മോളല്ലേ, ചിലപ്പോൾ ചേർന്നാലോ എന്ന് ബാലേന്ദ്രൻ മനുവിനോട് പറയുകയാണ്. അങ്കിൾ പറയുന്നത് ശരിയാണ്, ഒന്ന് വിളിച്ച് ചോദിച്ചല്ല. പക്ഷേ അച്ഛനും കൊച്ചച്ഛനൊക്കെ സമ്മതിക്കുമോ വിളിച്ച് ചോദിക്കാൻ? നീ എന്തായാലും വിളിച്ച് ചോദിയിര്, ബാക്കി കാര്യം പിന്നല്ലേ, ഇപ്പം നമുക്ക് വൈജയുടെ ജീവൻ രക്ഷിക്കുക, അതല്ലേ പ്രധാനം എന്ന് ബാലേന്ദ്രൻ പറയാണ്. അങ്ങനെ അലീനയുടെ ഫോണിലേക്ക് മനു വിളിക്കുകയാണ്. മനു വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. മനുവാണ് വിളിച്ച് അലീനയോട് സംസാരിക്കുന്നത്. എന്നിട്ട് മനു വന്നിട്ട് ബാലേന്ദ്രനോട് പറയണം, അങ്കിള് പറഞ്ഞത് ശരിയാണ്, ആൻറ്റിയുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് അലീനയ്ക്ക് എന്ന് മനു പറയണം. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ഇനി എന്തിനാണ് വേറൊരാളെ തപ്പി നടക്കുന്നത്, മോള് തന്നെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കട്ടെ എന്ന് ബാലേന്ദ്രൻ മനുവിനോട് പറയുന്നു. അപ്പോൾ മനു പറയാണ്, അച്ഛനോടും ചെറിയച്ഛനോടും എങ്ങനെയാണ് പറയുന്നത്, അവർ സമ്മതിക്കുമോ? സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ മനു, കാരണം ഇപ്പം വൈജിയുടെ ജീവൻ അപകടത്തിലാണ്. നമുക്കിപ്പോൾ ഒരു ഡോണറെ കണ്ടെത്തുക വളരെ പാടുള്ള കാര്യമാണ്. അതിന് ഏറ്റവും നല്ലത് അലീനെ തന്നെയാണെന്ന് ബാലേന്ദ്രൻ പറയുക. അങ്ങനെ മനുവും ചെന്ന് ശിവേട്ടനോടും രാജീവിനോടും കാര്യം പറയുന്നുണ്ട്. അപ്പം ആദ്യമാണെങ്കിൽ രാജീവ് സമ്മതിക്കില്ല. രാജീവ് പറയാം, അത് പറ്റത്തില്ല, അവൾ കാരണമാണ് എൻ്റെ പെങ്ങൾക്ക് ഈ അവസ്ഥ വന്നത്, ഇനി അവളുടെ ബ്ലഡ് കൊണ്ട് എൻ്റെ പെങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെന്ന് മനസ്സിലാക്കിയാൽ വൈജിക്ക് അത് സഹിക്കാൻ പറ്റത്തില്ലെന്ന് രാജീവ് പറയുകയാണ്. അപ്പം മനു പറയാണ്, ചെറിയച്ഛ ഇപ്പം അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല, ഇപ്പം വൈജി ആൻറ്റിയുടെ ജീവൻ രക്ഷിക്കുക, അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പം ശിവേട്ടനും പറയണം, അത് മതി രാജീവേ, നമുക്ക് നമ്മുടെ പെങ്ങളുടെ ജീവൻ രക്ഷിക്കുക, അത് മാത്രം ആലോചിച്ചാൽ മതി എന്ന് രാജീവിനോട് ശിവേട്ടൻ പറയുകയാണ്. അങ്ങനെ മനു ആണെങ്കിൽ ബാലേന്ദ്രൻ്റെ അടുത്ത് പറയാണ്, ഞാൻ ചെന്ന് അലീനെ കൂട്ടിക്കൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് മനു ആണെങ്കിൽ കടപ്പാട്ടൂരിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മനു കാര്യങ്ങളൊക്കെ നേരത്തെ അലീനയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അലീന ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം മനുവിനെ കണ്ട പാടെ കൃഷ്ണമോൾ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് അമ്മയ്ക്കിപ്പം? കുഴപ്പമില്ല മോളെ, കുറച്ച് ബ്ലഡ് വേണം, ആൻറ്റിയുടെ റെയർ ഗ്രൂപ്പാണ്, അതുകൊണ്ട് തന്നെ ആരെയും കിട്ടിയില്ല, അലീനയുടെ ബ്ലഡുമായിട്ട് ചേരും, അപ്പം അലീന ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പം അലീനയെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നതെന്ന് മനു പറയുകയാണ്. അപ്പം അലീന വന്നിട്ട് പറയണം, പോകാം മനുവേട്ട, മാഡത്തിന് ഇപ്പം എങ്ങനെയുണ്ട്? അപ്പം മനു പറയാണ്, ഐസിയുലാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം. അങ്ങനെ അലീനയാണെങ്കിൽ വൈജിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്.